മേജർ രവി അങ്കിൾ ഒരു ഫേസ്ബുക്ക് ലൈവ് പോയിരുന്നു. അതിൽ അദ്ദേഹം ഈ പ്രൊട്ടസ്റ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഈ പ്രൊട്ടസ്റ്റിൽ ആളുകൾ വെള്ളം അടിക്കാനും കള്ളു കുടിക്കാനും പിന്നെ ഫ്രീ ഫുഡിനും വേണ്ടിയാണ് വരുന്നത്. പിന്നെ രാത്രി കാലങ്ങളിൽ അട്രോസിറ്റിയാണ് ഇവിടെ നടക്കുന്നതെന്നാണ് അദ്ദേഹം അതിൽ മെൻഷൻ ചെയ്തത്. ആസ് എ പാർട്ടിസിപ്പൻറ്റ് ഓഫ് ദിസ് പ്രൊട്ടസ്റ്റ്, ആസ് എ സ്റ്റുഡൻറ്റ് പാർട്ടിസിപ്പൻറ്റ് ഓഫ് ദിസ് പ്രൊട്ടസ്റ്റ്, എനിക്കിതിൽ നല്ല പ്രതിഷേധമുണ്ട്. കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഓൾമോസ്റ്റ് കള്ളമാണ്. ജന്തർ മന്ദറിൽ നടക്കുന്ന CJP പ്രതിഷേധത്തിനെതിരെ വ്യാപകമായ വ്യാജപ്രചരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാണ് BJP നേതാവായ മേജർ രവി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയത്. അപ്പോൾ അതിനെതിരെ ഒരു +2കാരി ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അവർ നമ്മളോടൊപ്പം ചേരുന്നു. മാളവിക, ആലപ്പുഴ സ്വദേശിയായ മാളവികയാണ് ഇത്തരത്തിൽ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വക്കീൽ നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചത്? ഇന്നലെ ശ്രീ മേജർ രവി അങ്കിൾ ഒരു ഫേസ്ബുക്ക് ലൈവ് പോയിരുന്നു. അതിൽ അദ്ദേഹം ഈ പ്രൊട്ടസ്റ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഈ പ്രൊട്ടസ്റ്റിൽ ആളുകൾ വെള്ളം അടിക്കാനും കള്ളു കുടിക്കാനും പിന്നെ ഫ്രീ ഫുഡിനും വേണ്ടിയാണ് വരുന്നത്. പിന്നെ രാത്രി കാലങ്ങളിൽ അട്രോസിറ്റിയാണ് ഇവിടെ നടക്കുന്നതെന്നാണ് അദ്ദേഹം അതിൽ മെൻഷൻ ചെയ്തത്. ആസ് എ പാർട്ടിസിപ്പൻറ്റ് ഓഫ് ദിസ് പ്രൊട്ടസ്റ്റ്, ആസ് എ സ്റ്റുഡൻറ്റ് പാർട്ടിസിപ്പൻറ്റ് ഓഫ് ദിസ് പ്രൊട്ടസ്റ്റ്, എനിക്കിതിൽ നല്ല പ്രതിഷേധമുണ്ട്. കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഓൾമോസ്റ്റ് കള്ളമാണ്. അത് അദ്ദേഹം പരത്താൻ നോക്കുന്നതും അതൊരു കള്ളം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ നോക്കുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്. ഞാനും ഒരു 12ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാനും ഉടനെ തന്നെ ഒരു എൻട്രൻസ് എക്സാം കൊടുക്കുന്ന ഒരാളാണ്. അപ്പം ഇങ്ങനെ പേപ്പറുകൾ ലീക്ക് ആവുന്നതും ഇങ്ങനത്തെ ഓരോ ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നതും ഓരോ കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നതും അവരുടെ ജീവൻ ഒടുക്കുന്നതും കേൾക്കുമ്പോൾ നമുക്കും ഒരു ഭയമാണ് ഉണ്ടാകുന്നത്. ഇപ്പം എനിക്കുണ്ടായില്ലെങ്കിൽ പോലും വേറൊരു കുട്ടിക്ക് ഇങ്ങനൊരു ആപത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഈ പ്രൊട്ടസ്റ്റ് ഒരിക്കലും ഒരു തെറ്റായ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് അല്ല. ഇതിൽ ജാതിയോ ഒരു പൊളിറ്റിക്സോ ഒന്നും സ്പ്രെഡ് ചെയ്യാനല്ല നമ്മൾ ഈ ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്നത്. ഇതിലൂടെ നമുക്കുണ്ടായ അല്ലെങ്കിൽ കുട്ടികൾക്കുണ്ടായ ഒരു ഇൻജസ്റ്റിസിന് എതിരെയാണ് നമ്മൾ ഈ പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് പ്രധാനമായിട്ട് ഈ വക്കീൽ നോട്ടീസിലൂടെ പ്രധാനമായിട്ട് ആവശ്യപ്പെടുന്നത്? അദ്ദേഹം ഇട്ട ഈ ലൈവ് അദ്ദേഹം 5 ദിവസത്തിനുള്ളിൽ ഡിലീറ്റ് ചെയ്യണം. ആൻഡ് ഒരു ക്ഷമ അപേക്ഷിക്കുന്ന ഒരു വീഡിയോ ഇതിൽ ഒരു അപ്ലോഡ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ 10 ലക്ഷം നഷ്ടപരിഹാരമാക്കി ഒരു കേസ് ഞാൻ ഇവിടെ ഫയൽ ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള അപവാദ പ്രചരണമാണ്. അദ്ദേഹം മാത്രമല്ല വലിയ രീതിയിൽ പ്രചരണം വരുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കുന്ന ഒരാളെന്ന രീതിയിൽ അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? എനിക്ക് പറയാനുള്ളത്, ഞാൻ കുറച്ചേറെ ദിവസമായി ഞാൻ ഈ പ്രൊട്ടസ്റ്റിൽ പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴൊക്കെ കൂടുതലും ഒരു 90% ഓഫ് ദ പീപ്പിൾ ആർ സ്റ്റുഡൻസ്. ആൻഡ് അവിടെ ഒത്തിരി പ്രചരണങ്ങൾ ഇറങ്ങുന്നുണ്ട് ദാറ്റ് ഇവിടെ എല്ലാം വൃത്തികേടാക്കി വെക്കുന്നുണ്ട്, ഇവിടെ ഒന്നും ക്ലീൻ ആക്കുന്നില്ല. പക്ഷേ ഇപ്പം അവിടെ ചെന്ന് നമ്മൾ നോക്കി അവിടെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ വൃത്തികേടാക്കി ആരും വെക്കുന്നില്ല. ഇവിടെ എല്ലാ സാനിറ്റേഷനും എല്ലാത്തിനും അതിൻ്റേതായൊരു ഒരു വൃത്തിയുണ്ട്. പക്ഷേ പ്രചരണങ്ങൾ ഇങ്ങനെയാണ് ഇറങ്ങുന്നത് ടു സേ ദാറ്റ് വി ആർ ആൻറ്റി നാഷണലിസ്റ്റ് എന്നുള്ളൊരു സാധനം ഇറക്കാൻ വേണ്ടി അവർ ഓരോരോ പോയിന്റുകൾ ഇറക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എനിക്കതിൽ പറയാനുള്ളത്, നിങ്ങൾക്ക് ഇൻജസ്റ്റിസ് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ്. മറ്റുള്ളവരെ കുറ്റം പറയാൻ പാടില്ല. പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം കാണും. ആ കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ്. മറ്റുള്ളവരുടെ അടുത്ത് തെറ്റത് അടിച്ചേൽപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കാൻ പാടില്ല. ഇത്തരത്തിൽ വക്കീൽ നോട്ടീസ് അയച്ച് അതിന് മറുപടി കാത്തിരിക്കുകയാണ് മാളവിക. വരും ദിവസങ്ങളിൽ ക്ഷമ ചോദിച്ചില്ലെങ്കിൽ നിയമപരിധിയിലേക്ക് കോടതിയെ സമീപിക്കാനാണ് മാളവികയുടെ തീരുമാനം. ക്യാമറമാൻ അമലിനോടൊപ്പം ലാൽകുമാർ, മീഡിയ 1 ഡൽഹി.